വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു മൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു എൻ്റെ ഒരു ഡേ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാം എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വൈകിക്കണ്ട, ഇന്ന് തന്നെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇത് ഫ്രഷ് ആയിട്ടുണ്ട്. എനിക്കിന്ന് വർക്കിന് പോകണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇനി ചായ കുടിക്കണം, എന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്യണം, പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്, മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, ഒന്ന് ഒരു ചൂടൊക്കെ കൊള്ളാം. നല്ല സൂര്യൻ്റെ ചെറിയൊരു വെയിൽനാളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, കുറച്ച് ചൂടൊക്കെ കൊണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ അതുപോലെ എൻ്റെ മീൻകുട്ടികൾക്ക് തീറ്റയും കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മീൻകുട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ചായ കുടിക്കണം. എന്നിട്ട് ഫ്രഷാണ് ഉദ്ദേശിച്ച് മേക്കപ്പ് ഇടാൻ കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് എനിക്ക് വർക്കിന് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഒരു ഡേ കാണിച്ചു തരാം. വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടോ, നല്ല സൺലൈറ്റ്. മീൻകുട്ടികളെ കാണിച്ചു തരാം. കണ്ടോ, കുറേ ഉണ്ട്. എന്തിനെ വാലിട്ടെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരിത് കൂടി പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതിലിങ്ങനെ കൈയിട്ട് മീനിനെ പിടിച്ചിട്ട് കൊല്ലുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ വലയിട്ടിട്ട് നല്ല സെക്യൂറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ആമ്പലും കൂടി ഇട്ട് കൊടുത്തു. കണ്ടോ, പക്ഷേ എന്നും ഒരു ദിവസം 1-2 പൂവൊക്കെ എന്തായാലും നമുക്ക് വിരിഞ്ഞ് കാണാറുണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല മീനുണ്ട്. നമുക്ക് ആദ്യം ഇതിന് എന്ത് ചെയ്യാം, തീറ്റിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ തീറ്റ. ഇതൊരു അപ്പോൾ ഞാൻ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? നമുക്കിത് കണ്ടോ, നല്ല മീനുകളുണ്ട്. പക്ഷെ അത് കുറച്ച് വെറൈറ്റി കളറൊക്കെ ഉണ്ട്. കുറേ എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാനില്ല. ഇത് തോന്നുന്നു കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ കൂടിയും കൈയിട്ട് വാരിക്കൊണ്ടേ തോന്നുന്നു. കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ മീൻകുട്ടികൾക്ക് തീറ്റ എടുത്തു. ഇനി നമ്മളെന്ത് ചെയ്യാം, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ടായിട്ടുണ്ട് ഗൈസ്. അത് ചെടികളൊക്കെ ഒന്നിങ്ങനെ നോക്കും. നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. പൂക്കളൊന്നുമില്ല, കൂടുതൽ ഈ കളർ ചെടികൾ തന്നെയാണ്. പൂക്കളൊക്കെ ഉള്ളതുണ്ടായിരുന്നു, പക്ഷെ അത് അവിടെ നിന്നൊരു ആന്തോറിയം പോലെ ഉണ്ട്. പിന്നെ കൂടുതൽ ഇലച്ചെടികളാണ്. അപ്പം ഇത് പിന്നെ എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിരിക്കുമല്ലോ ഈ ഒരു ചെടി. പിന്നെ ഒരു അരളിപ്പൂവത്തൊരു പൂവുണ്ട്. പിന്നെ ഈ പൂവാണ് ഒന്നുകൂടെ ഉള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തെച്ചിയുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മീൻകുളം സെറ്റാക്കിയിട്ടുള്ളത് കണ്ടോ. പിന്നെ അവിടെ ഒരു തെച്ചി ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പൂക്കളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നശിച്ചു പോയി. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാണ്ടായി കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഈ പരിസരത്തേക്കൊന്നും ഞാൻ ചെല്ലാറില്ല. കൂടുതൽ അമ്മയുടെ കൺട്രോളിലാണ് ഈ ചെടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 9:30 ആകുമ്പോഴേക്കും ഓഫീസിലെത്തണം. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫീസിലോട്ട് പോകാം. ഒന്നാമതേ ഇപ്പോൾ ലേറ്റായി, 9:30 കയറേണ്ടതാണ്, 9:35 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ സെറ്റായി. അപ്പോൾ എൻ്റെ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് ഒക്കെ സെറ്റായിട്ട് ബാഗ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ബാക്കി നമുക്ക് പോണ വഴിയിൽ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നത് നല്ല ലേറ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി മിക്കവാറും അവിടുത്തെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഇന്ന് പാട്ടിത്തെറിയായിരിക്കും. അത് പോവാണ്. പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾ ഞെട്ടോ. ഇതാണ് ബാക്ക് സൈഡ്. ഇനി ഫ്രണ്ട് പോർഷൻ കാണിച്ചു തരാം. ഇതാണ് വഴി. കണ്ടോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വഴി ഉണ്ടോ എന്നുള്ള തന്നെ സംശയമാണ്. പക്ഷേ ഇങ്ങനെയും വഴികൾ വേണം അല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക, ഈ റോട്ടിൽ കൂടെ മാത്രമേ പോവുള്ളൂ എന്നുള്ള ഒരു ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ വഴി കൂടെ പോകണം, എന്നാലാണ് ഒരു ഇതുള്ളൂ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് അധികമൊന്നുമില്ല, നമുക്ക് കുറച്ചേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അടിമുടി ലാഭമാണ് പരിപാടികൾ ഫുള്ള്. നമുക്ക് വണ്ടിയൊന്നും വിളിച്ചിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല.
നമുക്ക് നടന്നാൽ മതി. വഴിയിൽ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് ചാലുകളൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷെ അവിടെ നന്നായിട്ടല്ല എന്താ പറയുക മീനൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. കണ്ടോ അവിടുന്ന് ഒരു സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടാണ് സത്യം പറയുകയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഒരു റോട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഓഫീസിലെത്തി. അവിടെ നിന്ന് ഓട്ടായിരുന്നു. അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വേഗം പോകുന്നു. ഇതേ ഓഫീസിൽ വന്ന് ജസ്റ്റ് ക്ലീനൊക്കെ ചെയ്ത് എവിടെ ഇരുന്നു. ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. കുറച്ച് പെൻഡിങ് വർക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്നിട്ട് വേണം അത് ചെയ്യാൻ. ഇത് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ എത്തുന്ന വരെ ചിലപ്പോൾ എങ്ങാനും വലിയ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ എന്താ പറയുക അവിടുത്തെ മുതലാളിക്കാണ് അവർ കോൾ ചെയ്യുക. അപ്പോൾ ഞാൻ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ഭയങ്കര പിന്നെ സുപ്രഭാതം കേൾക്കേണ്ടി വരും രാവിലെ. അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ പോയ ആളതെ ഉച്ചയ്ക്കാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞത് എനിക്ക് പറ്റില്ല. കാരണം കസ്റ്റമേഴ്സ് വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഫോണിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണല്ലോ. പിന്നെ ഫോൺ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം പിന്നെ വീഡിയോ എടുക്കാൻ. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് അവിടെ ഇല്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയിൽ ഫോൺ വെച്ച് തോണ്ടിക്കൊണ്ടിരുന്ന അത് പിന്നെ വേറെ കാര്യം. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ കുടയൊന്ന് ചുരുക്കി. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ പോയിട്ട്. നല്ല വിശപ്പുണ്ട്. ഇടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചായിരുന്നു. പക്ഷേ ചായയൊന്നും നമുക്ക് സെറ്റാകത്തില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഞാനിതേ വർക്കൊക്കെ കഴിഞ്ഞു. ഇതേപ്പോൾ വീട്ടിലെത്തി കുളിച്ചപ്പോഴാണ് എനിക്ക് ഇന്ന് ജീവൻ വെച്ചത്. അപ്പോൾ ഒന്നാമതിപ്പോൾ ജീവൻ വയ്ക്കുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഒന്ന് നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ ഇല്ലാത്ത പോയ ജീവനൊക്കെ നേരെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഞാനിത് കുളിച്ചപ്പോൾ നല്ല സമാധാനമുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി എനിക്ക് ചായ കുടിക്കണം. ചായ ഞാനത് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. ചായയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. 2 കേക്കും ഉണ്ട്. കാരണം ഇപ്പോൾ കേക്കാണ് കഴിക്കുന്നത്. കാരണം പല്ല് കമ്പിയിട്ട കാരണം നമുക്ക് അങ്ങനെ കട്ടിയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചായയും കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് ചായയൊക്കെ കുടിച്ച് ഇതേ ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നമ്മളിത് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല ഇത് റെഡാണ് കേട്ടോ, കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. കണ്ടോ ഗൈസ്, ഡേ നമ്മൾ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.